കേരള കോൺഗ്രസ് പിളർന്നു. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, ഡോക്ടർ കെ.സി. ജോസഫ് എന്നിവർ പാർട്ടി വിട്ടു. കേരള കോൺഗ്രസ് എമ്മിൽ കുടുംബവാഴ്ചയാണെന്ന് ആന്റണി രാജു വ്യക്തമാക്കി. വർഗീയ ശക്തികൾക്ക് മുന്നിൽ പാർട്ടിയെ അടിയറവ് വയ്ക്കാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്നും കേരള കോൺഗ്രസ് പുനരുജ്ജീവിപ്പിക്കുമെന്നും ആന്റണി രാജു വ്യക്തമാക്കി. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരള കോൺഗ്രസ് പാർട്ടി അടിയറവ് വയ്ക്കാനുള്ള ശ്രീ കെ.എം. മാണിയുടെയും ശ്രീ ജോസ് കെ മാണിയുടെയും ആപത്കരമായ നീക്കവുമായി യോജിക്കാൻ കഴിയില്ല. മന്ത്രിസ്ഥാനത്തിരുന്ന് സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടിക്ക് വിശ്വാസ തകർച്ച ഉണ്ടാക്കിയ ശ്രീ കെ.എം. മാണിയുടെ നേതൃത്വം ഇനി അംഗീകരിക്കാൻ കഴിയില്ല. ഫ്രാൻസിസ് ജോർജും ഡോക്ടർ കെ.സി. ജോസഫും ഞാനും കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്. മറ്റൊരു ഉന്നതാധികാര സമിതി അംഗമായ ശ്രീ പി.സി. ജോസഫ് ഈ സമയം രാജിവെച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. കേരള കോൺഗ്രസ് വിഭാഗത്തിലുണ്ടായിരുന്ന 7 ഉന്നതാധികാര സമിതി അംഗങ്ങളിൽ 4 പേരും ഈ പാർട്ടിയോട് രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കർഷക ക്ഷേമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അഴിമതിരഹിതമായ സാമൂഹ്യ സൃഷ്ടിക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ കേരള കോൺഗ്രസ് പുനരുജ്ജീവിപ്പിക്കും. ജനാധിപത്യ, മതേതര, പുരോഗമന പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഞങ്ങളുടെ നിലപാടുമായി യോജിക്കുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം 9-ാം തീയതി ബുധനാഴ്ച 2:30 തിരുവനന്തപുരത്ത് ചേർന്ന് ഭാവി പരിപാടികൾ ആലോചിക്കും. ശ്രീ സുരേന്ദ്രൻപിള്ള ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സുരേന്ദ്രൻപിള്ള, ഈ പിളർപ്പിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, അത് അവരിപ്പോ അവരുടെ നിലപാട് വ്യക്തമാക്കി. അതെ, അവര് UDF ആയിട്ടുള്ള ബന്ധം വേർപെടുത്തി വന്നിരിക്കുന്നു. സ്വാഗതാർഹമാണ് അവരുടെ നിലപാടുകൾ. പക്ഷേ LDF വരുമെന്നോ LDF അവര് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും അവരിതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന്, LDF വരുന്നതിനെ കുറിച്ച് LDF ഇതുവരെ ചർച്ച ചെയ്തിട്ടുമില്ല. ഇത് UDF അടിത്തറ തകരുന്ന ഒരു നടപടിയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അവർ പറഞ്ഞിരിക്കുന്നത് UDF ഇതുവരെയും നിന്ന് UDF കേരള കോൺഗ്രസ് നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. LDF ഇതുവരെയും അത് അവരെ സ്വീകരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അവരെ അംഗമാക്കുന്ന കാര്യമോ ഞങ്ങളുടെ പാർട്ടിയിൽ അവർ ചേരുന്ന കാര്യമോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി പറയേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും ശ്രീ സുരേന്ദ്രൻപിള്ള, ഇതുവരെ താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും അക്കാര്യം വ്യക്തമാക്കി. ഇതുവരെ LDFുമായോ CPM അടക്കമുള്ള അതിലെ പ്രധാനപ്പെട്ട കക്ഷികളുമായോ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല, അവരും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും അടിവരയിട്ട് പറഞ്ഞത്. പക്ഷേ ചില ഓർമ്മിപ്പിക്കലുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. 20 വർഷം ഞങ്ങൾ LDFന് ഒപ്പം ഉണ്ടായിരുന്നവരാണ് എന്ന് അടിവരയിട്ട് പറയുന്നു ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 2010 അവർ LDF വിട്ട് UDFിലേക്ക് പോയത് തെറ്റായി പോയി എന്ന് പരോക്ഷമായിട്ടെങ്കിലും അവർ സമ്മതിച്ചിരിക്കുക. ഇപ്പൊ 6 വർഷം കഴിഞ്ഞ് 2016 അവര് ആ മുന്നണിയുടെ തെറ്റായ നയസമീപനങ്ങളിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ UDF വിട്ടു എന്ന് പറയുമ്പോ LDF ഒരു കാരണമില്ലാതാണ് LDF പോയെന്ന് ഓർക്കണം. അല്ല, അതിന് ആന്റണി രാജു പറയുന്ന മറുപടി ഇതാണ്: കേരള കോൺഗ്രസിന്റെ ഏകീകരണം എന്ന ഒരു അജണ്ടയായിരുന്നു അന്ന് തങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. ആ ഒരു വിശാല അർത്ഥത്തിലാണ് അന്ന് ചിന്തിച്ചത്. പക്ഷേ അത് രാഷ്ട്രീയപരമായി ശരിയായിരുന്നു എന്ന് തന്നെ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. അതെ, കേരള കോൺഗ്രസിന്റെ ഏകീകരണം എന്നുള്ള ഒരു അജണ്ട അന്ന് ഉന്നയിച്ച് ആർക്കും ഉണ്ടായിരുന്നില്ല. അന്ന് LDF വിട്ട് UDFിൽ പോയി, അത്രയേ ഉള്ളൂ. കേരള കോൺഗ്രസിന്റെ ഏകീകരണമാണെങ്കിൽ അന്ന് തന്നെ അതിനെ ഒരു മുന്നോട്ട് പോകാൻ ഇവര് മുൻകൈ എടുക്കണമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. ശരി, പക്ഷെ LDFിൽ നിന്ന ആളുകൾ UDFിൽ ഒരു ബർത്ത് ഉണ്ട് എന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് പോയി എന്ന് ആണ് കേരളത്തിലെ
മിക്കവാറും ആളുകൾ അതായത് താങ്കൾ നിരീക്ഷിക്കുന്നത് കേവലമായ അധികാരത്തിന് വേണ്ടി മാത്രം LDF വിട്ടു എന്നാണോ? അല്ല, കേവലമായ അധികാരത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാൻ, വ്യക്തമായ ഒരു കാരണം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയുവാൻ PJ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. അന്നെല്ലാം മലയോര കർഷകരുടെ കാര്യം, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ അങ്ങനെ എല്ലാം പോയതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. അവർക്ക് UDF എന്ന് പറയുന്ന ആ സംഗതി പരാജയമായിരുന്നുവെന്ന് ഇപ്പൊ അവർക്ക് തോന്നി തുടങ്ങിയത് സ്വാഗതാർഹമാണ്. അതെ, ശ്രീ സുരേന്ദ്രൻപിള്ള, അത് തന്നെ ആന്റണി രാജുവും പറയുന്നുണ്ട്. കാരണം അന്ന് തങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന കാര്യങ്ങൾ, ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ, പട്ടയ പ്രശ്നം, ഇതൊക്കെ UDF വേദികളിലും പാർട്ടി വേദികളിലും നിരന്തരം തങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും പരിഹാരമായിട്ടില്ല. ഇപ്പോഴും അതൊക്കെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. മാണിയുടെ ഏക അജണ്ട എന്ന് പറയുന്നത് മകനെ അദ്ദേഹം പറയുന്ന വാക്കിതാണ്, രാജവാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മകനെ മറ്റെല്ലാവരുടെയും മേൽ പ്രതിഷ്ഠിക്കുക എന്നത് മാത്രമായിരുന്നു KM മാണിയുടെ ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ താല്പര്യവും. തങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടായില്ല, അതിന് മറുപടിയും KM മാണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അന്നും ഇന്നും എന്നും കൂടി ശ്രീ ആന്റണി രാജു പറയുന്നുണ്ട്, പൂരിപ്പിക്കുന്നുണ്ട്. അല്ല അതെല്ലാം ഏകദേശം അതെല്ലാം മിക്കവാറും 90% ശരിയായിട്ടുള്ള സംഗതികളാണല്ലോ. അതാണല്ലോ ആ പാർട്ടിക്കകത്ത് ഇതുവരെ നടന്നത്. പക്ഷെ അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആളുകളായി ഇവർ അതിനെല്ലാം മൂകസാക്ഷിയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇത്രയും കാലം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് LDF-നെ സംബന്ധിച്ച് LDF വിട്ടത് അതുകൊണ്ടൊന്നും ആയിരുന്നില്ല എന്ന് ഉള്ള കാര്യം ഞങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ഞങ്ങളെല്ലാം ഇവർ LDF വിട്ടു പോയപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ നിന്നവരാണല്ലോ. അപ്പൊ ഞങ്ങൾക്കറിയാമല്ലോ അതിന്റെ കാര്യം, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നവരാണല്ലോ. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ LDF-ന് വേണ്ടി പ്രവർത്തിച്ച ആളുകളായിരുന്നു അവർ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. കാരണം LDF-ന്റെ അടിത്തറ ദൂരപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് അവരെല്ലാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം അന്ന് കേരള കോൺഗ്രസിൻ്റെ വിശാല താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി LDF വിട്ടു എന്നൊക്കെ പറയുന്നത് ഒരു ബോധ്യപ്പെടുത്തൽ പോലും അല്ല എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻപിള്ള പറയുന്നത്. LDF വിടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള നിരീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയല്ലേ? കാരണം കൃത്യമായൊരു രാഷ്ട്രീയ നിലപാട് അന്ന് എടുത്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻപിള്ള വ്യക്തമാക്കുന്നത്. യോജിക്കുന്നുണ്ടോ അക്കാര്യത്തിൽ? അല്ല, അന്ന് പോകാതെ നിന്ന ആളുകളും നിലയ്ക്ക് ആ ഒരു രാഷ്ട്രീയം തന്നെയായിരിക്കും അന്നും ഇന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള കോൺഗ്രസിൻ്റെ ഏകീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് PJ ജോസഫും KM മാണിയും ഒന്നിച്ചു നിന്ന ഒരു സാഹചര്യമുണ്ട്. അത് അത്തരം ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് സുരേന്ദ്രൻപിള്ള പറയുന്നത്. അല്ല, ആ സാഹചര്യത്തിൽ അവർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പ്രതിനിധാനം UDF-ൽ ലഭിക്കുകയും ചെയ്തിരുന്നു. ലഭിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലഭിച്ചിരുന്നല്ലോ. മെച്ചപ്പെട്ട സീറ്റുകൾ കിട്ടിയിരുന്നു. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസ്ഥ കുറേ നാളിന് ശേഷം അവർക്ക് ലഭിച്ചിരുന്നു. സത്യത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നത് ആ കാര്യത്തെ സംബന്ധിച്ച് ഫ്രാൻസിസ് ജോർജ് കുറേ കൂടി ധാരണയുള്ള ഒരാളായിരിക്കും. കാരണം എപ്പോഴാണ് കാര്യങ്ങൾ താളം തെറ്റിയത്? KM മാണി ഈ പുനരേകീകരണത്തിന് ശേഷം ശക്തനായ ഒരു നേതാവായി മാറി. ആ ഒരു 6 വർഷത്തെ യാഥാർത്ഥ്യം നാം കാണണം. അങ്ങനെ മാറുകയും ഒരു ഘട്ടത്തിൽ CPM-ന്റെ വേദിയിൽ ധനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വന്ന് ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. തീർച്ചയായിട്ടും അന്ന് പത്രങ്ങൾ ആഘോഷിച്ച പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശക്തനും ഏറ്റവും ഉന്നതനും ഏറ്റവും അതൊരു റെക്കോർഡ് ഹോൾഡറുമായ മാണിക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന അവശിഷ്ട ഏക പദവി മുഖ്യമന്ത്രി പദമാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ സമാർജിച്ചിരിക്കുന്ന ഒരു പുതിയ നേസൻ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആർജിത അവസ്ഥയിൽ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന കാര്യമുണ്ടായിരുന്നു. അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ സന്ദേഹിക്കുന്ന വാർത്തകളും വന്നിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി എപ്പോഴും ഈ കേരള കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. ഉമ്മൻചാണ്ടി അനുവർത്തിച്ചൊരു നയം എന്തായിരുന്നു? അത് കേരള കോൺഗ്രസ്സുകാർ മറക്കരുത്. അദ്ദേഹം എന്തു ചെയ്തു? ഇപ്പം ഈ ബിജു രമേശൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ അഴിമതി വരുമ്പോൾ KM മാണിയെ കൂടി ഒന്ന് ഡീല് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡീല് ചെയ്ത അവസ്ഥയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഡീല് ചെയ്തത് എന്ന് ബിജു രമേശ് പറയുന്നുണ്ട്. അദ്ദേഹം ഇവിടെ മാത്രമല്ല കമ്മീഷനിലും പറഞ്ഞു. അങ്ങനെ വരുമ്പം ആ ഡീല് ചെയ്ത് അതിനകത്ത് ഇഷ്യൂ ഉണ്ടാക്കി ആ ഇഷ്യൂവിൻ്റെ ഭാഗമായി KM മാണിയെ മാത്രം ഒറ്റപ്പെടുത്തി പ്രോസിക്യൂട്ട് ചെയ്യുന്ന അവസ്ഥ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയല്ലോ. അതിനുശേഷം കേരള കോൺഗ്രസിൽ വന്നിരിക്കുന്ന ശൈഥില്യം ഒന്ന് പരിശോധിച്ച് നോക്കുക.
എത്ര ശക്തമായിരുന്നു അവരെ ശിഥിലമാക്കുന്ന രീതി. ഉമ്മൻചാണ്ടിയുടെ ആ കുൽസിത ശ്രമങ്ങളിലൂടെ ഏറ്റവും അധികം തകർന്ന് തരിപ്പണമായ ലക്ഷ്യരാഹിത്യത്തിലേക്ക് സഞ്ചരിച്ച കേരള കോൺഗ്രസിലെ ആ കേരള കോൺഗ്രസിൽ നിന്നാണ് 4 പേരെങ്കിലും മുങ്ങുന്ന ഒരു ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തകർന്ന് തരിപ്പണമായ കേരള കോൺഗ്രസ്, ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയ കേരള കോൺഗ്രസിനെ ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആസന്നമായ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ശരിയായിത്തീരുന്നു. അതെ, ശ്രീ വാസുദേവൻ ബാബു തുടരുക. ഒരു ഇടവേള. ശ്രീ എ സജീവൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പി ജെ ജോസഫിൻ്റെ ഭാവിയെ സംബന്ധിച്ചാണ്. ആന്റണി രാജു പറയുന്നത് പി ജെ ജോസഫിന് താമസിയാതെ UDF വിട്ട് പുറത്തു വരേണ്ടി വരുമെന്നാണ്. അങ്ങനൊരു സാഹചര്യം സമീപഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പി ജെ ജോസഫ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമുക്കറിയാവുന്നതാണ്. സജീവൻ ദയവായി രാഷ്ട്രീയ താല്പര്യം. സജീവൻ ദയവായി തുടരുക. ഇപ്പോൾ താങ്കളിലേക്ക് തന്നെ വരാം. ഇപ്പോൾ PC ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ PC ജോർജ്, വീണ്ടും മാണി ഗ്രൂപ്പ് പിളർന്നിരിക്കുന്നു. താങ്കൾ ഏറെക്കാലമായി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ആന്റണി രാജുവും സമ്മതിച്ചത്. KM മാണിയുടെ കുടുംബാധിപത്യം, വളരെ സീനിയറായിട്ടുള്ള നേതാക്കളെയൊക്കെ അവഗണിച്ചുകൊണ്ട് താരതമ്യേന രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലാത്ത സ്വന്തം മകനെ മറ്റുള്ളവരുടെ മേൽ, അത്രയും മുതിർന്ന നേതാക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത. ആന്റണി രാജു പറഞ്ഞത് രാജവാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന നിലപാടാണ് KM മാണിയുടേതെന്നാണ്. താങ്കൾ വളരെ വർഷങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ PC ജോർജ്? കാരണം ഞാൻ ഈ KM മാണിയുടെ ഏകാധിപത്യ പ്രവണതയും അഴിമതിയും പറയുമ്പോ, കർഷക വിരുദ്ധ നയങ്ങളും പറയുമ്പോ അതിനെയൊക്കെ ന്യായീകരിച്ചിരിക്കുന്ന മാന്യന്മാർ അവർ തന്നെ ഇപ്പോൾ ഇറങ്ങി ഇത് മുഴുവൻ ശരിയാണ്, PC പറഞ്ഞ ശരി, എന്റെ പേര് പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിൽ കൂടുതൽ സന്തോഷത്തിന് കാര്യമില്ലെന്ന് എന്റെ അഭിപ്രായം. അവർ ഇടതുപക്ഷ മുന്നണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കട്ടെ, ഞാൻ പറയാൻ ബാധ്യസ്ഥരല്ല. പക്ഷേ ഞാനൊരു 2 കൊല്ലം മുമ്പ് മുതൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ സത്യമായിരുന്നുവെന്ന് ഇവരുടെ വായിലൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ടായി എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സാഹിത്യമാണ്. കാരണം ഒരു കുറച്ചാളുകളെങ്കിലും PC ചുമ്മാ പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അന്ന് മാണിയെ ന്യായീകരിച്ചിരുന്ന ആന്റണി രാജു പറഞ്ഞ കേൾക്കുമ്പോ ഇപ്പോ ഏതായാലും ഞാൻ പറഞ്ഞതാണ് ശരി എന്ന 100% അവർക്ക് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമായിട്ടുണ്ടാവും. അത് കേൾക്കാനുള്ള അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയും ആന്റണി രാജുവും പ്രാർത്ഥിച്ചോടെ ഇങ്ങനെ തന്നെ പറയണം. ഇനിയും പുറകോട്ട് പോകരുത്. ഒരു സ്പ്ലിറ്റ്, മാണി ഗ്രൂപ്പിൽ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല. എന്താന്ന് ചോദിച്ചാൽ ജോസഫിന്റെ കൂടത്തിൽ നിൽക്കുന്നവരാണ് ഇവർ 3 പേര്. 4 സംഘത്തിൽ 3 സംഘമാണ് ഇപ്പോ. ഇവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ജോസഫിന്റെ മറ്റ് ഭാരവാഹികൾ ആരും ഉള്ളതായി ഇതുവരെ തെളിയിക്കപ്പെട്ടില്ല. ഒരു സംസ്ഥാന കമ്മിറ്റിയോ ശ്രീ PC ജോർജ്, 7 ഉന്നതാധികാര സമിതി അംഗങ്ങളിൽ 4 പേരും രാജിവെച്ചു എന്നാണ് ആന്റണി രാജു പറഞ്ഞിട്ടുള്ളത്. 9-ാം തീയതി, ഈ മാസം 9-ാം തീയതി ഉന്നതാധികാര സമിതി യോഗം ചേരുമെന്നും ഫ്രാൻസിസ് ജോർജ് പറയുണ്ടായി. അതായത് 7 പേരിൽ 4 പേർ രാജിവെച്ചു. ഞാൻ പറഞ്ഞുതരാം. പറയൂ. ഉന്നതാധികാര സമിതിയിൽ 22 പേരാണുള്ളത്. അതിൽ ജോസഫിന്റെ ഭാഗത്തുനിന്ന് 7 പേരിൽ 4 പേര് പോകുന്നു എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ആ 4 പേർ കൂടി ആരുണ്ട്? ഉദാഹരണം പറഞ്ഞാൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ MLA അല്ലാത്തതിന് ഒരു വിലയില്ല. ചുമ്മാ വഴിയെ നടക്കാമെന്നുള്ളത് നേതാവാണെന്നും പറഞ്ഞു. അല്ല MP ആകണം, ഇല്ല ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കിലും ആകണം. ഇപ്പൊ ഒരു സ്ഥാനമില്ലാതെ കഴിഞ്ഞ 5 വർഷവും ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും 2 കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമായിട്ട് നമ്മുടെ സ്റ്റേറ്റുകാർ ഉപയോഗിച്ചുകൊണ്ട് UDFന്റെ പേരിൽ നടന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളുകളാണ്. അവരാണ് ഇപ്പോൾ മാണിയുടെ തെറ്റുകൾ പറയുന്നത് എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. അപ്പോ ഗവൺമെന്റ് ആനുകൂല്യം പറ്റിക്കൊണ്ട് 5 വർഷം നടന്ന് അവർ തന്നെ ഇപ്പോ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് മുഴുവൻ സത്യമാണെന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാകും എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം. പക്ഷേ PC ജോർജ് അതിനെ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് MLA സ്ഥാനം അടക്കമുള്ള കോതമംഗലം, മൂവാറ്റുപുഴ അടക്കമുള്ള ഷുവർ സീറ്റുകൾ ഇപ്പോഴും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഞങ്ങളാണ് നോ പറഞ്ഞത്. ഏത് സമയം വേണമെങ്കിലും ഞങ്ങൾക്ക് ഇത്തരം സീറ്റുകൾ അല്ലെങ്കിൽ ചോദിക്കുന്ന ഏത് പദവിയും ഒരുപക്ഷെ UDFൽ നിന്ന് കിട്ടും. കേവലം അധികാരമല്ല ഞങ്ങളുടെ മുദ്രാവാക്യം എന്നാണ് അതിന് നൽകുന്ന വിശദീകരണം. അത് വിശ്വസിക്കാൻ കേരള സംസ്ഥാനത്ത് ഒരു പട്ടിക്കുറുക്കനെ കിട്ടുകയില്ല. മനുഷ്യനെ അല്ല, പട്ടിക്കുറുക്കനെ പോലും കിട്ടുകയില്ല. കാരണം മൂവാറ്റുപുഴ സീറ്റ് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ വാഴക്കന്റെ സീറ്റാണ്. KPCC ഉന്നതനായ നേതാവ് ആര് കൊടുക്കാനാണ് സീറ്റ്? ആ സീറ്റ് കൊടുത്ത് ഫ്രാൻസിസ് ജോർജിനെ സ്വീകരിക്കാൻ ഫ്രാൻസിസ് ജോർജ് ചോദിച്ചിട്ടില്ലല്ലോ.
സ്വന്തം നിയോജക മണ്ഡലം മൂവാറ്റുപുഴ സീറ്റ് വേണം ഇന്ന് വരെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞിട്ടില്ലല്ലോ. ഫ്രാൻസിസ് ജോർജ് വേണ്ട കോതമംഗലാണ്. കോതമംഗലം സീറ്റ് കോരളാണ്ടിലായിരിക്കുന്നത്, കോരളാണ്ടിരിക്കും. അതല്ലാതെ മൂവാറ്റുപുഴ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് മറ്റേ ആരെ വിശ്വസിക്കാൻ വേണ്ടി ഗുണത്തരം പറയുന്നത്? അത് കേൾക്കുമ്പോഴറിയാൻ കളവാണെന്ന്. ഒരു സംശയം വേണ്ട, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-നകത്ത് അങ്ങനെ ചർച്ച നടക്കുന്നത്. UDF നമ്മൾ ഞാൻ അറിയുന്ന UDF അല്ലേ? ശരി ശരി ശ്രീ PC ജോർജ്, മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ആന്റണി രാജു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം BJP-യുമായുള്ള KM മാണിയുടെ അവിശുദ്ധ ബന്ധമാണ്. ഫെബ്രുവരി 2-ാം തീയതി അമിത്ഷായുമായി KM മാണിയുടെ മകൻ ജോസ് കെ മാണി ദില്ലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് സഹമന്ത്രി സ്ഥാനം എന്ന വലിയ ഒരു ഓഫറാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അത് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വാസം ആർജിച്ചിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ്, ചതിയാണ് മാണി ചെയ്യുന്നത് എന്നാണ്. ഇത് എത്രത്തോളം ശരിയാണ്? മാണി ഇത് കൂടുതൽ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. മാണി ഇതല്ല, ഇതിനപ്പുറത്ത് മാണി വേണ്ടി എന്ന് വൃത്തികേടും കാണിക്കും, ഒരു സംശയം വേണ്ട. ഈ കാര്യം ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോ അന്ന് ആന്റണി രാജു അവരുമായി യോജിച്ചില്ല. എന്തുകൊണ്ട്? ഫ്രാൻസിസ് ജോർജ് മിണ്ടിയില്ല. എന്തുകൊണ്ട്? പക്ഷേ PC ജോർജ്, ആന്റണി രാജു അന്ന് ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന ആളാണ്, കേരള കോൺഗ്രസിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അത് പരസ്യവേദിയിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വിയോജിപ്പുകളൊക്കെ പാർട്ടിയുടെ വേദിയിൽ, പറയേണ്ട വേദിയിൽ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെയൊക്കെ KM മാണി നിശബ്ദമാക്കുകയാണ് ചെയ്തത് എന്നാണ് ആന്റണി രാജു ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ഞാൻ അതിനെപ്പറ്റി ഒരു കാര്യം പറയാം. ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്, ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് കോടതി വിധി വന്നപ്പോ മാണി രാജിവെക്കേണ്ടതാണെന്ന അഭിപ്രായം ഞാൻ തന്നെ പറഞ്ഞ ചരിത്രം ഞാൻ ഓർക്കായിരുന്നു. ഒരാള് കമാന്ന് മിണ്ടിയില്ലെന്ന്, ഒരാള് പോലും. പക്ഷെ ഫ്രാൻസിസ് ജോർജ് ഇപ്പൊ ചാഞ്ഞിപ്പോൾ പറയുന്നു ഞാനും ആന്റണി രാജുവും ഒക്കെ ഘോരം മാണി രാജിവെക്കണമെന്ന് അത് PC ജോർജ് MLA സ്ഥാനം അയോഗ്യമാക്കപ്പെടും എന്നാണ് അതിനും ശ്രീ ആന്റണി രാജു നൽകുന്ന മറുപടി. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഇവരാരും മിണ്ടിയില്ല. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം, അപ്പൊ മനസ്സിലാവും. അതായത് ശ്രീ PC ജോസഫ് വളരെ ശക്തമായി മാണിയുടെ ഈ നയത്തിനെതിരെ, കർഷക ദ്രോഹ നയത്തിനെതിരെ പാർട്ടി കമ്മിറ്റി പറയും. അദ്ദേഹത്തിന് ഇരുന്ന ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ഈ ഗവൺമെന്റിന് ഈ സ്ഥാനം കൊണ്ടു കിടക്കുന്നത് എനിക്ക് അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെക്കുകയും ചെയ്യും. രാജിവെച്ച് കഴിഞ്ഞ് കേട്ടോളൂ, രാജിവെച്ച് കഴിഞ്ഞ് ഞാൻ സാമാന്യ മര്യാദയ്ക്ക് ആശയപരമായ ഒരു സംഘർഷമാണ്. ആ രാജിവെച്ച് കഴിഞ്ഞിട്ട് രസം എന്താണെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഇപ്പൊ ഈ ആദർശവാൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് ജോർജ് ആ കാറക്കൽ നടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോ PC ജോസഫ് രാജിവെച്ച പിറ്റേ ദിവസം മുഖ്യമന്ത്രി കത്ത് കൊടുത്ത് നേരെ ഓർഡർ മേടിച്ച് ഫ്രാൻസിസ് ജോർജ് ആ കോർപ്പറേഷൻ ചെയർമാനായിട്ട് കാർ കൊണ്ട് നടക്കുക. 5 ദിവസം ആ കാറ് സ്റ്റേറ്റ് ബോർഡ് എടുത്ത് മാറ്റിവെച്ച് അതുകൊണ്ട് ആ കാറ് കാഞ്ഞിരപ്പള്ളിയുടെ ഫ്രാൻസിസ് ജോർജ് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ആദർശം ഒന്നും പറയണ്ട, 5 ദിവസം മുമ്പ് വരെ ഈ ആനുകൂല്യം മുഴുവൻ പറ്റിയ ആളാണ് ഫ്രാൻസിസ് ജോർജ്. എന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയെന്ന് അവർ പറയുന്നത് കേൾക്കാൻ ഭാഗ്യമുണ്ടായതും ഞാൻ സംതൃപ്തനാണ്. അവരെല്ലാം ഇങ്ങ് പോരട്ടെ, ശക്തമായ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. PC ജോർജ്, താങ്കൾ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? താങ്കൾ ഒരു ഘട്ടത്തിൽ UDF-ന്റെ ഭാഗമായിരുന്നു. അടുത്തിടെയാണ് താങ്കൾ UDF-ൽ നിന്ന് വിയോജിച്ച് LDF-ലേക്ക് വന്നത്. ഇവരും LDF-ന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ 20 വർഷമായി. അവർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം LDF-ലേക്ക് തന്നെ മടങ്ങി വരുന്നു. അതിനകത്ത് എന്ത് തെറ്റാണ് താങ്കൾ കാണുന്നത്? ഒരു തെറ്റ് കാണുന്നതിൽ ഇങ്ങോട്ട് പോരണം, ആർക്കാ തർക്കം? പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ മനസ്സിലാകും 2006 മുതൽ 2011 വരെ സുഖമായിട്ട് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യം ജോസഫും ഈ 4 വർഷം സംഘം എല്ലാം എന്തായിരുന്നല്ലോ, സുഖമായി നടത്തിയ ചരിത്രമൊന്നും ഞാനിവിടെ പറയുന്നില്ല, അങ്ങനെ ആരെയും വേദനിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് UDF അധികാരത്തിൽ വരാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോ കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞിട്ടും മാണി ഗ്രൂപ്പിൽ തന്നെ പോയിട്ടും വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ UDF-നോടൊപ്പമാണ് എന്ന് പറഞ്ഞ് മാണിയുടെ അടുത്ത് എറിയാതെ മെത്രാന്മാരെയൊക്കെ ഉണ്ട് കാലെ പിടിച്ച് മാണി ഗ്രൂപ്പിൽ ചേർന്ന് അകത്ത് വന്നു കഴിഞ്ഞ് 5 വർഷമായിട്ട് ആനുകൂല്യം മുഴുവൻ പറ്റിയിട്ട് അപ്പൊ 10 കൊല്ലമായി ഭരണത്തിന് ശീതളച്ചായാലാണല്ലോ. ഇനിയിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോ ജോസഫിന് വരാൻ പറ്റും, ജോസഫിന്റെ അടുത്ത 4 വരിക്കോട്ട് പോരുന്നു എന്ന് സന്തോഷകരമാണ്. പോരട്ടെന്ന് എനിക്കെതിരെ വല്ലതും ഉണ്ടോ? ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ, അവരിങ്ങ് പോരട്ടെ. പിന്നെ ആദർശ രാഷ്ട്രീയം എന്നെ പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ചെയ്ത പോലെ അല്ലിത്. ഞാൻ പാർട്ടിക്കകത്ത് 2 കൊല്ലം യുദ്ധം ചെയ്തു, അത് കഴിഞ്ഞ് പാർട്ടിക്ക് പുറത്ത് യുദ്ധം ചെയ്തു, അങ്ങനെ തന്നെ പോകുന്നവരാ. അല്ലാതെ വെറുതെ പോകുന്നവരൊന്നുമല്ല. ഞാൻ ഏതെങ്കിലും സ്ഥാനം തരാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് പോകുന്നവരുമല്ല.
എനിക്ക് വേറെ സ്ഥാനത്തെ പറ്റി ചിന്തയില്ല. എനിക്ക് എന്റെ നാട്ടിൽ ഇത് തന്നെയാണ് ആന്റണി രാജുവും പറയുന്നത്. ഞങ്ങൾക്ക് അധികാരമല്ല ഞങ്ങളുടെ മുദ്രാവാക്യം, സീറ്റല്ല ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് തന്നെയാണ് ആന്റണി രാജുവും പറയുന്നത്. ഇത് തന്നെയാണ് താങ്കൾ പറയുന്നത്. അത് എനിക്കൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്താണ് ജീവിച്ചിരിക്കുന്നത്, കേരള സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന ആളാണ്. രണ്ടുപേരും പറഞ്ഞ നമ്മൾ വ്യത്യാസം മനസ്സിലാവും. ഇവിടെ ഇപ്പൊ കേരളത്തിലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ ഇന്നല്ല നാളെ ഡിക്ലെയർ ചെയ്യാൻ പോവാ. ഒരു മാസം മുമ്പ് ഇവരെവിടെ ആയിരുന്നു? ഒരു മാസം മുമ്പ് പറയാൻ പാടില്ല. അതിന് ഫ്രാൻസിസ് ജോർജ് പറയുന്ന മറുപടി ഇതാണ്: സമയം എന്തുമാകട്ടെ, പാർട്ടിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ സമയവുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഫ്രാൻസിസ് ജോർജ് ഇന്ന് നൽകിയ മറുപടി. അല്ല, അങ്ങനെ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയാമല്ലോ. ഞാൻ പറഞ്ഞ സത്യം. ഇപ്പോൾ എന്തുകൊണ്ട് പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു? ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ? ഇടതുമുന്നണിക്ക് അനുകൂലമായ ജനവികാരം ഉയർന്നു വരുന്നു. ഇവിടെയും താങ്കൾക്ക് അധികാരത്തിൽ എത്താനുള്ള വലിയ സുവർണ അവസരമല്ലേ തുറന്നു കിടക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതാണ്: സമയം എന്തുമാകട്ടെ, പാർട്ടിയിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു, അതിനെ ഇലക്ഷനുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ആദർശ ശുദ്ധിയുടെ പേരിൽ മാണി ഗ്രൂപ്പിന്റെ ഏകാധിപത്യ പ്രവണതയും കർഷകദ്രോഹ നടപടി, ഗവൺമെന്റിന്റെ അഴിമതി, മുഖ്യമന്ത്രിയുടെ പെൺവിഷു ഉൾപ്പെടെയുള്ള ശാരീരികമുള്ള ശത്രുത, എതിർപ്പ് അണപുറ്റി നിവൃത്തിയില്ലാതെ ഒരു ഗതിയും പരഗതിയില്ലാതെ മുന്നണിയെ UDF-നെ എതിർത്തുകൊണ്ട് കടന്നു വന്നതാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി നാളെ മുതൽ അവർ പ്രവർത്തിക്കണം. അവർ ഒരു സ്ഥാനം ചോദിക്കരുത്. സ്ഥാനം ചോദിച്ചാൽ അത് കുഴപ്പമായി. അതിനകത്ത് എവിടെ കൂടാം, ഏതെങ്കിലും നേതാക്കന്മാർക്ക് കൂടാവോ, സ്കറിയാവോസിന് കൊടുത്ത് കൂടാവോ എന്നൊക്കെ നോക്കാതെ അവർ 4 പേരും കൂടി ഇറങ്ങണം. അവർ 4 പേരുണ്ടെങ്കിലും അവർ PC ജോസഫ് കൊടുത്ത് കണ്ടില്ല. അവര് PC ജോസഫാണ് ഇതിനകത്ത് ആദർശത്തോടുകൂടി ഒരു സമരം ചെയ്തവൻ. പുള്ളിയെ കാണുന്നില്ല. ഈ മൂവർ സംഘം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വേറെ ഒരാൾ മാത്യു സ്റ്റീവൻ കർഷകരുടെ പ്രസിഡന്റാണ്. ഞാൻ പാർട്ടി കമ്മിറ്റി സ്ട്രോങ് ആയി വർത്താനം പറഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോഴേ മാത്യു സ്റ്റീവൻ പറയും, വളരെ നന്നായി, PC ജോർജെങ്കിലും ഉണ്ടല്ലോ ഈ പാർട്ടിയിൽ സത്യം പറയാൻ, ഈ പാർട്ടിയെ നന്നാക്കാൻ. ഒരു വിഷയം വന്നാൽ ഞാൻ കൂട്ടത്തിലുണ്ട് PC എന്ന് എന്നോട് 100 പ്രാവശ്യം പറഞ്ഞു. 2 ആഴ്ച മുമ്പ് അയാൾ എന്നെ വിളിച്ചു. അയാൾ ആവശ്യം എന്താണെന്നറിയോ? ആ കോതമംഗലം സീറ്റ് കിട്ടുമെങ്കിൽ ഞാനും കൂടെ പോരാമെന്ന്. ഞാൻ എങ്ങനെ സീറ്റ് മോഹിച്ച് ആരെയും പാർട്ടി കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അയാളോട് പറഞ്ഞു. അയാൾ ഇപ്പോഴും പാർട്ടിയിൽ മാണിയിൽ നിൽക്കുക. മാണിയുടെ പാർട്ടിയുടെ ഗതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്നും കാര്യമില്ല. സീറ്റ് മോഹികളായി പറയേണ്ടത് വിചാരിച്ചിട്ടുണ്ട്. ഇവരങ്ങനെ സീറ്റ് മോഹിക്കാത്തവരാണ് തെളിയിച്ച് അവരുടെ മാന്യത. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഡോക്ടർ KC ജോസഫും ഞങ്ങൾ നിഷ്കാമകർമ്മം ചെയ്തുകൊണ്ട് UDF-ന്റെ തെറ്റായ പ്രവർത്തിക്കെതിരെ, മാണി ഗ്രൂപ്പിന്റെ തെറ്റായ പ്രവർത്തിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നന്മ കണ്ടുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഈ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞ് അവർ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കണം. എല്ലാ മൈക്കും അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. വളരെ വ്യക്തമാണ് ശ്രീ